ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നേരുകയാണ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ദിവസമാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും ഇതോടൊപ്പം നിനക്ക് നേരുന്നു. ഈശോയുടെ കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈശോ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം. ഈശോയിൽ നിറഞ്ഞു പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെ ഈശോയിൽ നമ്മളൊക്കെ നിറയുക? ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വിലയുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴേ നമുക്ക് ഈശോയിൽ നിറഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. ആത്മാർത്ഥമായിട്ടൊന്ന് ജീവിതത്തിലേക്ക് പരിശോധിച്ചാൽ നമ്മളിപ്പോൾ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഏറെ വിലയുള്ളതാണ്. ഇപ്പോൾ ഈശോയെ കേൾക്കുന്നു, ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ എത്ര പേർക്കിപ്പോൾ ഈ ഭാഗ്യം കിട്ടുന്നുണ്ടാകും. അപ്പം നമ്മൾ ഈശോയെ ദർശിക്കുന്നതും കേൾക്കുന്നതും ഭാഗ്യമുള്ളതാണ്. ഇത് തന്നെ ഈശോ ശിഷ്യന്മാരോടും പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 23-ാം തിരുവചനം. അവൻ ശിഷ്യന്മാരെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ഈശോ ശിഷ്യന്മാരെ പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയാ. കാരണം നിങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കാണുക. എന്താ അവർ കാണുക? അവർ ഈശോയെ ദർശിക്കുന്നു, ഈശോയുടെ സാമീപ്യം അനുഭവിക്കുന്നു. ഇത് വളരെയധികം ഭാഗ്യം ചെന്നതാണ്. ഈശോ പിന്നീട് പറയുക, അനേകം പേര് ഇതിന് കൊതിച്ചിട്ടുണ്ട്, അവർക്ക് സാധിച്ചിട്ടില്ല. ഈശോയുടെ കൂടെയുള്ള സാമീപ്യം, നിൻ്റെ പ്രാർത്ഥനാ രീതികൾ, നിൻ്റെ ദേവാലയ സന്ദർശനം, നിൻ്റെ വചന വായനകൾ, നിൻ്റെ ധ്യാന ചിന്തകൾ, ഇതൊക്കെ ഏറെ ഭാഗ്യം ചെന്നതാണെന്ന് പ്രിയ സഹോദര സഹോദരി നീ തിരിച്ചറിയുന്നുണ്ടോ? അതിന് വില മതിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ദൈവികമായ എല്ലാം എന്നും നിൻ്റെ ഉള്ളിൽ വിലയുള്ളതായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം ഭാഗ്യമുള്ളതാണെന്ന് തിരിച്ചറിയാൻ, നീയുമായി ബന്ധപ്പെട്ടത് അനുഭവിക്കുന്നതെല്ലാം ഭാഗ്യമുള്ളതാണെന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ജീവിതത്തിനെന്നും വില കൊടുക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങൾക്കും സ്വർഗ കവാടങ്ങൾ തുറന്നുകൊണ്ട് ഉത്തരമുണ്ടാകട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.